ഏത് ഡോക്ടർമാർ ഈ നരമ്പിനെയും കുറിച്ച് ഗുളിക ഏതുണ്ടാകുമ്പോൾ നമ്മളറിയണ മെഡിക്കൽ സ്റ്റോർ ആയാലും ജസ്റ്റ് ചോദിക്കുക ഇത് എന്തിനാണ്. ശമനത്തിന്റെ കല്യാണത്തിന് അതിന്റെ കുറച്ച് ദിവസം മുമ്പേ റിപ്പോർട്ട് വെട്ടീന്. എന്നിട്ട് ആ വെട്ടിയ പൈസക്കാണ് നിങ്ങൾ ഏത് വീഡിയോ എടുത്താലും കാണും ഞങ്ങളെ ഡൈനിങ് ടേബിൾ ഉണ്ട്, അത് ഇപ്പാന്റെ പൈസക്കാണ് വാങ്ങിയത്. അങ്ങനെ നയിച്ചുന്ന ആളാണ് ഇപ്പൊ ഈ കടത്തം കിടക്കണ. അങ്ങനെ കീ വെച്ചാണ്ട് കീ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. അങ്ങനെ കീ ആക്കിയിട്ടാണ് ചെയ്യണത്, ചൂടാക്കിയിട്ട്. ഇപ്പാക്ക് പറ്റില്ല. ഇപ്പാനോട് പച്ചക്കറി കഴിക്കണ അല്ല, ഇറച്ചി മീനൊന്നും കൂട്ടണ്ടാണ്. പിന്നെ നമ്മള് കഴിക്കണ ഇതല്ലേ ഇപ്പാന്റെ മുമ്പ് എങ്ങനെ നമ്മള് കഴിക്കാം. സാറാ നിങ്ങള് അസ്സലാമലൈക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇപ്പൊ വന്നിട്ട് ഞങ്ങളിപ്പോ 4ാമത്തെ ദിവസമാണ്, 5ാമത്തെ ദിവസമായില്ലേ. നിങ്ങൾക്ക് മുമ്പാടെ കൂട്ടിയിട്ട് ഞായറാഴ്ച കൂടിയിട്ട് ഒഴിച്ചിൽ തുടങ്ങിയിട്ട് ആകെ 4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ എന്താ മട്ടം വന്നിട്ട് കുറവുണ്ട്? വന്നിട്ട് ചെറിയൊരു പെടലൊക്കെ ഇങ്ങനെ ആക്കണുണ്ട്. നടത്തണ ഉഷാറായിട്ടില്ല. ഇനിയുണ്ട് കൊറേ ഒഴിച്ചിലെന്നൊക്കെ പറഞ്ഞേക്കണേ. പിന്നെ ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ലാസ്റ്റാണ് ഈ ഒഴിച്ചില്. ഇത് നമ്മൾ ചെയ്തിട്ടില്ല, ഇതന്നെയുള്ള നമ്മൾ ചെയ്യാത്ത. അല്ലാത്തൊക്കെ നമ്മള് മരുന്നും ഗുളികയൊക്കെ നമ്മൾ നോക്കിയിരിക്കണേ. നമ്മളെല്ലാ ഹോസ്പിറ്റലിൽ കൂടിയും കൊണ്ടുപോയിക്കണു. പക്ഷെ നമ്മളിതേ ഒഴിച്ചില്ല പിന്നില്ല. അതേമാതിരി ഇപ്പൊ അപ്പൊ നീ ഒന്ന് ഒഴിഞ്ഞോക്കട്ടെ എന്ന് കരുതിയിട്ട് 2 ആഴ്ച പോലും പറഞ്ഞേക്കണം. ഇനി എത്ര ദിവസം നിക്കണ്ടി വരുന്ന അറിയണില്ല. ഏതായാലും മാറി കിട്ടിയാ മതി. ഇപ്പൊ നിങ്ങളായാലും കമന്റിൽ എഴുതുന്നുണ്ട് അവിടെ വന്നിട്ട് ഇന്ന ആൾക്കാരും മാറിനി. അപ്പൊ അങ്ങക്ക് ഭയങ്കര സന്തോഷാണ്. മാറണ കേൾക്കുമ്പോ തന്നെ സന്തോഷാണ്, മാറുണ്ടല്ലോ എന്ന്. ഇതിപ്പോ നിങ്ങളെ ചെറിയപ്പൂന്റെ മുതലാളി പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ ഇവിടെ വരെ എത്തിയത്. അല്ല നമ്മക്ക് ഇത് അറിയില്ലേനി. പിന്നെ അങ്ങനെ മൂപ്പര കെയർ ഓഫിൽ ഇങ്ങനെ വന്നതാണ്. മൂപ്പരാരോ എന്താ ഇമ്മാന്റെ മാപ്പിള ആരോ അങ്ങനെ ചികിത്സിച്ച് ശരിയായിനി. അങ്ങനെ വാപ്പല്ല കാലത്ത് ഇനി ഇവിടെ ഇപ്പൊ മക്കളാണ് ഇപ്പൊ ഇവിടെ ചികിത്സിച്ചത്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ വാപ്പാക്ക് വന്നതിനെക്കാട്ടിലും കുറച്ച് കുറവാണ് ഇല്ലേ? തല വാപ്പാന്റെ അങ്ങനെ ശരിക്ക് തിരിയൊന്നുമില്ല. ഇനിയിപ്പൊ അത്യാവശ്യം തിരിയുന്നുണ്ട്. ഇപ്പൊ രാവിലെ ഒരു ഒഴിച്ചിലുണ്ട്, അതേമാതിരി വൈകുന്നേരം ഒരു ഒഴിച്ചിലുണ്ട്. ഇപ്പൊ രാവിലത്തെ വെയിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ശരിക്ക് പെക്ക ഒഴിച്ചില് തുടങ്ങിയിട്ടില്ല. ഒഴിച്ചില് അറിയുമ്പോ ഈ നീർക്കെട്ടും ഇതൊക്കെ പോകാല്ലോ ഒഴിച്ചിലാണ് അതാണ് ഇപ്പൊ നടന്നുകൊടുക്കുന്നത്. ഇനി ഒഴിച്ചിലും തലക്ക് എന്താ ഇതൊക്കെ ഉണ്ട്, നെല്ലിക്ക തളം കെട്ടി ഇതൊക്കെ പറഞ്ഞു ഒഴിച്ചെന്ന ആള്. ഒന്നും ഞങ്ങക്ക് അറിയണില്ല. അങ്ങനെ ഓരോന്ന് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. മുതിരക്കീയാണ് ഇപ്പൊ വെക്കണെന്നാണ് അവന്റെ അപ്പ പറയണത്. അങ്ങനെ ഓരോ കീ ഇങ്ങനെ വെക്കണുണ്ട്. അത് നീര് കളയണ മേത്തത്തെന്നാ പറഞ്ഞത്. നീരുണ്ടാവുമ്പോ നമുക്ക് നരമ്പൊന്നും ശരിക്കും കിട്ടൂലല്ലോ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ട് നിക്കണത്. അങ്ങനെ ഇപ്പൊ റൂമിൽ ഇപ്പൊ ഇരുത്തം തന്നെയാണ്. റൂമിൽ ഇരിക്കാ, വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുക. ഇനിയിപ്പൊ നടത്തണം. ഉപ്പാനെ ഈ റൂമായോണ്ട് നേരം പോക്കൂല്ല. അപ്പൊ ചായ പറഞ്ഞാല് ഇതിപ്പോ ദോശ കേട്ടോ. ഇത് ദോശയും അതേമാതിരി ചട്ടിനും സാമ്പാറും പിന്നെ ചായ. ഇതൊക്കെ ഫ്ലാസ്കൊക്കെ നമ്മൾ കൊണ്ടുവന്നതാട്ടോ. അപ്പൊ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 3 ആളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പണി ഇല്ലാത്തതുകൊണ്ട് ഇമ്മാക്കും ആയതുകൊണ്ട് സുഖമാണ്. പണിയും കാര്യങ്ങളൊന്നും എടുക്കണ്ട. ടൈമിന് ഫുഡ് തരും, തിന്നും, പിന്നെ വെറുതെ ഇരിക്കും, ഫോണുമ്മ കളിച്ചു ആയിരുന്ന പരിപാടി. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. എന്താ പറയല്? എന്താ പറയാല്, അങ്ങനെ പോണുണ്ട്. 4 ദിവസമായി. ചെറിയൊരു കുറവ് മാതിരി ഇങ്ങനെ പെടലിക്കിട്ടോ. നടത്തം ഉഷാറായിട്ടില്ല. അതിനൊന്നും ചെയ്തിട്ടില്ല. നടത്തത്തിന്റെ പെടലിന്റെ പിന്നിലൊക്കെ ഇങ്ങനെ മരുന്ന് തേച്ച് ഇങ്ങനെ എടുക്കുന്നുള്ളൂ. എന്താ പറയല്? നല്ല മാറ്റമുണ്ട്. ആദ്യം ഇങ്ങനെ തിരിയാനൊന്നും കഴിയൂലേ? അത്യാവശ്യം തിരിയുന്നുണ്ട്. ഇപ്പൊ പറയുമ്പോ തന്നെ ഞങ്ങള് പറഞ്ഞിട്ട് 4 ദിവസം ആയിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഇപ്പൊ കാര്യമായിട്ട് ഒഴിച്ചിലും കാര്യങ്ങളൊന്നും ഇതായിട്ടില്ല. നീരിന്റെ ഇല്ലാന്ന് ഫസ്റ്റ് ഒഴിച്ചില് പറഞ്ഞാല് ഈ നീരും നീരൊക്കെ കളയാനൊക്കെ ഇല്ല, നീർക്കെട്ടൊന്നും ഇല്ലാതെ ഒഴിച്ചിലാണ്. പക്ഷെ ശരിക്കും ഒഴിച്ചില് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിനെ ഇങ്ങനെ കുറച്ച് മാറിയിരിക്കണ്. അതെന്താ പറയാ,
ഒരു 10-25 ദിവസം നിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. മാറി കിട്ടിയാൽ മതി. മാറിനീന് നിക്കണേന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അനികളുടെ നടക്കണം, മറിഞ്ഞയുടെ റൂമിൽ ഇരുത്താൻ പറ്റൂല. അപ്പൊ സാറാവില്ല നിങ്ങള് അങ്ങനെ പറയാല്ലേ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ. എല്ലാവരും കുറെ ആൾ പ്രാർത്ഥിച്ചിരുന്നു ഇവിടുന്ന് മാറും, ഇപ്പൊ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും അതുകൊണ്ട് ഇക്കാലം ഇപ്പൊ ഇങ്ങനെ പെടഞ്ഞൊരു ഇങ്ങനെ പെടഞ്ഞ് കയറി തിരിഞ്ഞിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അനക്കിയിട്ടില്ല. ഇനി പെടഞ്ഞൊരു ബലം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമർന്നാണ് നമ്മൾ നേരത്തിന്റെ ഒരു ഗുളിക കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്ന ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ കൊടുത്ത് ശരീരമൊക്കെ ഒരു ബലം മാതിരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ആ ഗുളിക ഇപ്പൊ നിർത്തി വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ സമാധാനം ഉണ്ട്. ഇപ്പൊ മരുന്ന് പാടായിരിക്കും ആ ഗുളികമ്മലാണ് ശരിയേക്കാരും. ഇപ്പൊക്കെ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ കൂടി ഇങ്ങനെ വരികയാണ്. അത് ഗുളികയുടെ പ്രശ്നമില്ല, നമുക്ക് അറിയില്ലല്ലോ. 4 നേരം 5 നേരമൊക്കെ അത് കഴിയുന്നത് നമ്മൾ കുറച്ച് 3 നേരമാക്കിയിട്ടില്ല. ഇപ്പൊ കറ്റ നിർത്തിയിരുന്നു. നമ്മൾ ഈ ആയുർവേദം ഇങ്ങനെ പോവുകയാണ്, അങ്ങനെ എത്താൻ പറഞ്ഞു. ഉടനെ പറയില്ല ആ ഗുളികന്റെ കുഴപ്പമുണ്ടാവും ഇങ്ങനെ ആയതെന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞാല് സാവധാനമായിട്ടുള്ള കുറച്ചും കൂടെ കാട്ടുമ്പോൾ മാറുമെന്ന് പറഞ്ഞു. അപ്പൊ പള്ളിക്ക് ഏതായാലും ഇപ്പൊ കുറെ മാറ്റങ്ങൾ, മറ്റു തിരിയൊന്നും ഇല്ലായിരുന്നു. വെള്ളം വെച്ച് ഇങ്ങനെ കുടിച്ചേരി കഴിക്കും. പറഞ്ഞോക്കി ഇപ്പൊ കൊറേ സമാധാനല്ലേ. ഇപ്പൊ പൈച്ചിരിക്കാണ് വീടിന്റെ നേരെ അതാണ് ഒന്നാമത്തെ. ഇവിടുത്തെ പരിപാടി, മെയിൻ പരിപാടി പറഞ്ഞാല് ഇതൊക്കെ തന്നെയാണ്. ടൈം പാസ്സാണ് ഫുള്ള്. ഇതൊക്കെ തന്നെ എന്തെങ്കിലും തിന്ന, അല്ല അവിടെ നേരെ പോവില്ല. ഇത് ഷവർ ജില്ല കേട്ടോ, ഷവർ ജില്ലയാണ്. അല്ല നേരം പോകൂല. തിന്നിരിക്കുക, എത്ര വിചാരിച്ച റൂമിലിരിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരിക, കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. പപ്പാനെ ഇനി പുറത്തു കൂടെ നടക്കണം, അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കണം. അപ്പൊ പോയി തരാം. അങ്ങനെ ഇപ്പൊ ഫുഡ് വന്നിക്കണേ. ഒന്നും എടുക്കാനൊന്നും ഇല്ല, ഇതിന്റെ ഉള്ളത്തോ ഇത് തന്നെ എടുക്കാനുള്ളൂ. അതുകൊണ്ട് ഓവറായിട്ടൊന്നും ഇതിലൊന്നും ഉണ്ടാവില്ല. പിന്നെ വാപ്പാന്റെ ഉച്ചയിൽ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റൂല, ഫോൺ കേൾക്കാൻ പറ്റൂല. ഇപ്പൊ ഫുഡ് വന്നു. ഫുഡ് അറിയാന് വാപ്പാനോട് പറഞ്ഞേക്കണേ പച്ചക്കറി കൂട്ടാൻ. കുമ്പളങ്ങക്കറിയോ? കുമ്പളങ്ങക്കറിയോ? എന്തോ ഒരു കറി. അങ്ങനെയല്ല, പിന്നെ ഇത് മുരിങ്ങന്റെ അരി, ചീരന്റെ, പിന്നെ പച്ചക്കറി, പപ്പടം, പയറും വായ്പുപ്പേരി, പിന്നെ അച്ചാറ്, പിന്നെ പപ്പടം. മീന് ഉണ്ട് കേട്ടോ, മീന് പറ്റൂലല്ലോ. ഇപ്പാനോട് പച്ചക്കറി കഴിക്കണ അല്ല, ഇറച്ചി മീനൊന്നും കൂട്ടണ്ടാക്കണം. പിന്നെ നമ്മള് കഴിക്കണ ഇതല്ലേ, ഇപ്പാന്റെ മുമ്പ് എങ്ങനെ നമ്മള് കഴിക്കാം. അതുകൊണ്ട് ഞങ്ങളും വാങ്ങലില്ല. ഞങ്ങളിപ്പോ ഇപ്പാക്ക് എന്താ കൊടുക്കണ വെച്ചാൽ ഞങ്ങൾ കഴിക്കല. ഇത് പറഞ്ഞാല് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ക്യാൻഡി മാതിരിക്കെ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ തുടങ്ങിയതാണ്. സാധാ ഒരു ചോറിനൊക്കെ 60 രൂപന്റെ അങ്ങനെ സെയിം പ്രൈസാണ്. ഈ പുറത്ത് പോകണ്ടെന്നുള്ളൂ, ബാക്കി നമ്മള് റൂമിൽ കൊണ്ടുവന്ന് തരും. അതിനായിട്ട് നമ്മള് പൈസ കൊടുക്കാം. ചോറിന് 70 പറഞ്ഞു അങ്ങനെയൊക്കെ. അല്ലാതെ ഇപ്പൊ കൊറേ വലിച്ചു വാരി കാണിക്കാനൊന്നും ഇല്ല ഇവിടെ. ഇപ്പാന്റെ ഒരു സാഹചര്യം കാട്ടിത്തരാ. എല്ലാരും ഇങ്ങനെ കമന്റിൽ ഇട്ടു അവിടുത്തെ കാര്യങ്ങൾ കാട്ടിത്തരുള്ളൂ, ഹോസ്പിറ്റൽ കാട്ടിത്തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ജസ്റ്റ് ഒരു വീഡിയോ അത്ര എത്തിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ അടിക്കും, പിന്നെ രാത്രി ചോദിക്കും. ഇത് തന്നെയാണ് 4 ദിവസമായിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അപ്പൊ ഫുഡ് കഴിക്കട്ടെ, പിന്നെ കുറച്ചുകൂടെ ഉറങ്ങണം, പിന്നെ നിൽക്കണം. ഇത് തന്നെയാണ് മെയിനായിട്ട്, ഇത് തന്നെയാണ് നടക്കണത്. ചായ കുടിയിലായിന് കേട്ടോ. ചായ പകുതി ആയപ്പോഴാ ഓർമ്മ എന്താ പറയാ അമ്മ, എന്താപ്പാ ചായയോടെ കഴിഞ്ഞു. അപ്പൊ ഇത് തന്നെയാണ്. എന്തെങ്കിലും പീടിയിൽ പോയി വാങ്ങും. 2 ദിവസത്തില്ല ബേക്കറി ഒരു ദിവസം കൊണ്ടൊക്കെ തീരും. അങ്ങനെയൊക്കെയാണ്. വേറെ പത്താ ഇന്നിപ്പോ ചാടി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഫുഡ് തരും. കാര്യമായിട്ട് തീറ്റ തന്നെയാണ് ഇവിടെ പരിപാടി. ഇനിയിപ്പോ വൈകുന്നേരം ഒഴിച്ചില്ല, അല്ലെ വൈകുന്നേരം ഒഴിച്ചിലുണ്ടാവലുണ്ട്. ഇനി നാളെ ഉള്ളു ഒഴിച്ചില്, അല്ലെങ്കിൽ 2 നേരം ഉണ്ടാവണതാണ്. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം ഉണ്ടാവണ്ടാണ്.
പക്ഷെ ഇന്നില്ല, ഇനി നാളെ ഉള്ളൂ നാളെ. ആണ് ആ മുതിരക്കീയാണല്ലോ, മറ്റേ എന്താ മണ്ണല്ല അത്, മണ്ണിന്റെ കീയല്ലത്, മണ്ണല്ല അല്ല, തുണിന്റെ ഉള്ളിലാക്കിയാണ്ടല്ലേ മണലല്ലേ? ആ അങ്ങനെ കീ വെച്ചാണ്ട്, ഈ കീ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും, അങ്ങനെ കീ ആക്കിയിട്ടാണ് ചെയ്യണത്, ചൂടാക്കിയിട്ട്. അതിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കീ. ഇത് വരുന്ന ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. കണ്ട ഈ പണ്ടത്തെ വീടുണ്ടാവൂലേ, അതേമാതിരി ഇതാണ് വരുന്നത്. ഇങ്ങനെ വാപ്പാനിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നാണ്. ഇതൊക്കെ റൂമാണ്, റൂമ. ഇവിടെ പിന്നെ ഈ പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരില്ലേ, എന്താ പറയുക, പ്രസവിച്ച ഉടനെ പിന്നെ നോക്കാൻ വേണ്ടിയിട്ട്, പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇവിടെ. അതേമാതിരി ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടി തന്നേക്കാൻ കുറെ മീനുകളുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ വാളയായിട്ടും. ഞങ്ങളതിൽ ഇതിന് വാളാന്നാത്ത പറയാ, വെള്ളം വേറെ ഏതൊക്കെയാണ് ഈ കറുപ്പ്, അതിൻ്റെ മേലൊക്കെയാണ് ഉള്ളത്. കുട്ടികളെയും ഇതിലൊക്കെ നോക്കണം. ഇതൊക്കെ റൂമാണ്. ഇത് കണ്ട അസല പെരട്ടോ, എന്താ പറയാ, വലിയ പെര മാതിരിയാണ്. പണ്ടത്തെ ഈ തറവാടില്ലേ, അതേമാതിരിക്കത്തെ പെരയാണ്. ഏമാ എങ്ങനെ ഇവിടെ നല്ല കൊതുകാട്ടോ, ഫുള്ളിങ്ങനെ വരുന്നത്. ഇതിന്റെ പേരെന്താണ്? ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട്. അതേമാതിരി എന്താ പറയാ, നല്ല കൊതുകാണ് ഇവിടെ. കണ്ടോ ഈ അവസ്ഥയാണ്, നല്ല കൊതുക, നല്ല കൊതുകാണ്, നല്ല കൊതുക. ഒന്നാമതാണ് ഏല പോകാനില്ല, ഇവിടെ ഇങ്ങനെ ഇരുട്ടെങ്ങനെ ഇരിക്കണം. ഇങ്ങനെ കുത്തിരിക്കാണ്. ഇപ്പൊ ആ റൂമിന്ന് 2-3 നടത്തൊക്കെ നടത്തിങ്ങാണ്ട് പുറത്ത് കൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ പുറത്ത് കൊണ്ടിരിക്കാണ്. ഇപ്പൊ റൂമിൽ തന്നെ കടക്കണ്ടാണ്ട് എങ്ങനെ അതില് വെച്ചില്ല, അതിലിങ്ങനെ ഉണ്ട്. കാരണം രോഗിയൊക്കെ ഉണ്ടി കൊണ്ടുവരില്ല, ഇങ്ങനെ കൊടുത്തു കയറാൻ പറ്റാത്തവർക്കൊക്കെ ടീച്ചറിൽ പെട്ടെന്ന് ഇതില് അവിടെ ഉണ്ട് വരച്ചുള്ളൂ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല, മഴയുണ്ട് ഇവിടെ, ഫുള്ള് മഴയാണ്. അപ്പൊ ഇനി 2 ആഴ്ച ഞങ്ങളോണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കണം. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. 2 ആഴ്ച എങ്ങനെയെങ്കിലും ഇരിക്കണം. മാറിയാ മതി. എന്നാലും ഉള്ള പ്രാർത്ഥന മാറിക്കിട്ടണം. വാപ്പാന്റെ കാര്യത്തിന് പള്ളി പോവാന് നിസ്കരിച്ചാണ്. നിസ്കരിച്ചിട്ട് ഇപ്പോൾ ഒരു കസാറില്ല, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ, ജുമായ നിസ്കാരമൊക്കെ കൂടാനും. ഇപ്പൊ വാപ്പാക്കായാലും പെരയിലാന്ന് TV കാണാനും മറ്റു കാര്യങ്ങളൊക്കെ നടങ്ങി. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇടങ്ങേറാണ്, ഇപ്പാക്കും ഇടങ്ങേറാണ് ഈ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട്. പെരയിലാകുമ്പോ നമുക്ക് എന്തെല്ലാം പണിയാണ്. അടിച്ചോളണം, തോർത്തണം, തിരുമ്പണം, ഒരു നേരെ ഇതില്ല. 2:30 വരെ വർക്കാണ്. ഇവിടെ അന്നില്ല, വെറി പിടിച്ച് കുത്തിക്കറിയൊന്നുമില്ല. പിന്നെ ചോറൊക്കെ നമ്മൾ നല്ല ഫുഡാക്കുന്നത്. രാവിലെ നൂൽപുട്ടുണ്ടാവും, ദോശ ഉണ്ടാവും, പിന്നെ പാലപ്പുണ്ട്, അതൊക്കെ അടിപൊളി കറിയുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, നല്ല അടിപൊളി കറി. പൊറാട്ടന്റെ ആളാണ് ഇപ്പൊ, പൊറാട്ട ആയാ മതി. ഞങ്ങളെല്ലാരും അങ്ങനെയാണ്, പൊറാട്ടയാണ്. പാപ്പ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി. ഞങ്ങള് പൊറാട്ട എന്നാ ചെറുപ്പത്തിലൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കലേ. വാപ്പ അപ്പൊ നമ്മള് എന്താ പറയാ, ഇവിടെ ഇപ്പൊ 7 മണിയായി. 7 മണിക്കത്തെ പരിപാടിയാണ് ചായ പരിപാടി. അല്ല ഒരു പരിപാടി ഇല്ല, ഇത് തന്നെ. ഇപ്പൊ അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടു ഉള്ളിവാടി പയമ്പരി. ഇതാണ് നേരം പോണില്ലേ, നേരം പോകാത്തതുകൊണ്ട് ഇങ്ങനെ അല്ലറ ചില്ലറ പരിപാടി. ബേക്കറി കഴിഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാൻ പോകണം. ഫോണുമ്മ കളിക്കും, ഫോണുമ്മ കളിച്ചുമ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചിപ്സ് ആയാലും ചിപ്സ് ഇങ്ങനെ തിന്നും, അല്ലാതെ ടൈം പോവില്ല. ഇപ്പൊ അമ്മയായാലും ഇതാക്കണം, ചായപ്പാട്ടിട്ട് വെച്ചവിടെ നിസ്കരിച്ചു.
പയമ്പരി പയമ്പരി നല്ല ഉള്ളിവടി. അപ്പൊ അങ്ങനെ ടൈം പോകുന്നില്ല. അങ്ങനെ അപ്പോ ഞങ്ങളെ പെരയിൽ കണ്ടപ്പം ഞങ്ങളെ ഇപ്പ വെട്ടാൻ പോയി എന്ന് പറഞ്ഞില്ലേ, ശമനത്തിന്റെ പറഞ്ഞാല് ശമനത്തിന്റെ കല്യാണത്തിന് അതിന്റെ കുറച്ച് ദിവസം മുമ്പേ ഇപ്പാട് വെട്ടീന്. എന്നിട്ട് ആ വെട്ടിയ പൈസക്കാണ് നിങ്ങളെ ഏത് വീഡിയോ എടുത്താലും കാണും ഞങ്ങളെ ഡൈനിങ് ടേബിൾ ഉണ്ട്, അത് ഇപ്പാന്റെ പൈസക്കാണ് വാങ്ങിയത്. അങ്ങനെ നയിച്ച ആളാണ് ഇപ്പൊ ഈ കടത്തം കിടക്കണ പറഞ്ഞാൽ നമ്മക്കൊരു ഇടങ്ങേറുണ്ടാവില്ലേ. ഇടങ്ങേറുണ്ടാവും പറഞ്ഞാൽ നമ്മക്ക് നല്ല ഇടങ്ങേറ്. നിങ്ങൾ ഈ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളിപ്പോ ഈ 1 മണിക്കൂറായാലും 1/2 മണിക്കൂറായാലും ഈ വീഡിയോയിൽ കാണുന്ന ആ ആളെ നിങ്ങൾ അറിയുള്ളൂ. ആളെ പറഞ്ഞാൽ ഇപ്പാനെ നിങ്ങൾ അറിയുള്ളൂ. നിങ്ങളത് കഴിഞ്ഞ് നിങ്ങളെ സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ 5-6 കൊല്ലായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പനി അവസ്ഥയിൽ കാണുമ്പോ ഞങ്ങളെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. നല്ല ഇടങ്ങേറുണ്ടാവില്ലേ. മക്കളായാലും ഉമ്മയായാലും പെണ്ണുങ്ങളായാലും ഈ അവസ്ഥയിൽ നമ്മൾ കാണാൻ പറ്റാത്ത രീതിയിൽ കാണുമ്പോ നമുക്ക് നല്ല ഇടങ്ങേറുണ്ടാവും. അങ്ങനെ വാപ്പ നയിച്ചാൻ പോയ ആളാണ്. പിന്നെപ്പോ എന്താ പറയാ, പിന്നെപ്പോ കൊറേ കാലത്ത് പണിയെടുത്തിക്കണം. ടാപ്പിങ് അല്ലാതെ വേറെ എന്താ പണിയെടുത്തിക്കണം? ആ കിണർ പണിക്കൊക്കെ പോയിക്കണം. കിണർ പണിക്ക് പോയിട്ട് അന്നൊരു പട്ടിക്കുട്ടീനെ പോകണം. എന്നാ ഓർമ്മ ഉണ്ടോ അപ്പൊ ഞങ്ങൾക്ക്? ഞങ്ങളെ വരയിൽ ആദ്യം ഒരു പട്ടിക്കുട്ടി ഉണ്ടായി. ഇപ്പൊ ഇത് നെഗറ്റീവ് കമന്റ് വരുന്നവര് കുറെ ഉണ്ടാവും കേട്ടോ, പട്ടീനെ വളർത്താൻ പാടില്ല എന്നൊക്കെ. ഇപ്പൊക്കെ ഒരാൾ കൊടുത്തപ്പോ ചെറിയ കുട്ടിയായിട്ട് ഞങ്ങൾക്ക് അന്ന് കിണർ പണിക്ക് പോയപ്പോ കൊടുത്താണ്. കൂട്ടുകാരൻ കൊടുത്തൊരു പട്ടി ഉണ്ടായിന്, അതിനൊക്കെ ഞങ്ങൾ വളർത്തീന്. വലുതായിന്. ഇങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് വേണ്ടോ, അതോട് പിന്നെ അതിനെ ഒഴിവാക്കി. നല്ല സ്നേഹം കേട്ടോ, നല്ല സ്നേഹമാണ്, നല്ല സ്നേഹം. ഭയങ്കര കാര്യമാണ്. ഞാൻ അതിനെ നോക്കിയത്. അങ്ങനെയൊക്കെ ഇനി അങ്ങനെ നടക്കുന്ന ആളാണ് ഇങ്ങനെ കടപ്പിലായ പറയാ. അപ്പൊ ആർക്ക് രോഗം ഉണ്ടെങ്കിലും ഈ ഡോക്ടർമാര് എഴുതി തന്നെ മെഡിസിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എയിലായാലും ഫോണിലായാലും ഇപ്പൊ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അറിയുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഫസ്റ്റില് വന്നപ്പോ ഒരു കാലിന്റെ കുഴപ്പമുള്ള ശരീരത്തിലൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ കണ്ണിന് കുഴപ്പമില്ലെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ വന്നതാണ്. ഈ ഗുരുവ കുതിച്ച് വന്നതാണ്. നമ്മളങ്ങനെ കൊടുക്കാൻ നേരണ്ടിന്റെ ഇല്ലേ, അത് ഒഴിവാക്കാൻ പാടില്ല. ഏത് ഡോക്ടർമാരെ അത് ഇങ്ങനെ കൊടുക്കണം, അത് കൊടുക്കാക്കാൻ പാടില്ല. അതാണ് പറയണത്. എന്താ വെച്ചാല് എന്താ പറയണ വെച്ചാല് ആ ഗുളിക കഴിക്കുന്നതിന്റെ മുമ്പ് ഇപ്പാക്ക് ഇത്ര അല്ല, വന്നതിന് ശേഷം ഒന്നും ഇത്ര അല്ല വാപ്പാക്ക് അല്ലെ. ഗൾഫിന്ന് വന്നാന്ന് ഇത്ര അല്ല. പക്ഷെ നമ്മള് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇതന്നെ പറയാം, ഈ മെഡിസിൻ നിർത്തതി. അത് പറഞ്ഞാൽ ഞരമ്പിനിലെ ഗുളികയാണ്, ഞരമ്പിന് ഗുളിക. പിന്നെ ആക്കും പോലെ ഇപ്പാക്ക് അത് അതാണ് ഈ ഡോക്ടർ ഞങ്ങളോട് ആദ്യം ചോദിച്ചത്, ഇപ്പാക്ക് വിറയലുണ്ടോ? ഇപ്പൊ ഈ ഗുളിക നിങ്ങള് പെട്ടെന്ന് നിർത്താണ് ഇപ്പാക്ക് കൈ വറക്കും, അതേമാതിരി കജും കാലും വറക്കും, വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യും, ഒച്ചയും പൊടി ഉണ്ടാക്കും. പക്ഷെ അങ്ങനത്തെ ഒന്നും പാപ്പാക്ക് പ്രശ്നമില്ല. ഇപ്പാക്ക് ഈ നരമ്പിനില്ലല്ല. പക്ഷെ പോലെ എഴുതി തന്നെ നമുക്ക് നരമ്പിനില്ല ഗുളികയാണ്. അത് നമ്മളിപ്പോ ഇപ്പോഴും അന്ന് ഞാൻ അടക്കര പോയി വാങ്ങിയാണ്. അപ്പൊ ഇവല് നമ്മളോട് പറഞ്ഞു, ഇവലാർക്കൊക്കെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു ഈ ഗുളിക കുടിക്കാൻ പറ്റുണ്ടോ എന്നൊക്കെ. എത്രണ്ണ കുടിക്കണ വെച്ചപ്പോ ഞങ്ങള് 3 എണ്ണം പറഞ്ഞു അല്ലെ. ദിവസം 4 എണ്ണം അല്ലേ ഡോക്ടർ എഴുതിന്. പിന്നെ നമ്മള് ദിവസം 4 എണ്ണം എഴുതിന്. പിന്നെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ 3 എണ്ണം കുടിക്കുന്നപ്പോ മൂപ്പൻ തന്നെ തലക്ക് കൈ വെച്ചിട്ടുണ്ട്. 3 എണ്ണം ദിവസം കുടിക്കണ്ട വെച്ചാണ്. മുതലാളിന്റെ അമ്മക്ക് അസുഖേരി ഓളും പറയുന്നില്ല. പിന്നെ ഗുളിക അങ്ങനെ ഒരു ഡോസ് കൂട്ടി തരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ആ പെണ്ണിന്റെ അമ്മ തളർന്നു മരിച്ചുപോയി. ഈ ഗുളികന്റെ ഒരൊറ്റ കാരണമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടിയിട്ടില്ല. ഈ ഗുളികന്റെ ഒടുവിൽ മരുന്ന് അങ്ങനെ കൊടുക്കുക നമ്മളറിയാം. ഇപ്പൊ താത്താന്റെയും ഷിഫ്നാന്റെയും ശമ്പളത്തിന്റെയും ഓല് ലാബില് വർക്ക് ചെയ്തിട്ടുണ്ടപ്പോ ഓളൊരു കൂട്ടായത്തിന്റെ അമ്മക്ക് ഈ സെയിം അസുഖം ഉണ്ടായിന്. അപ്പൊ താത്ത ഈ ഗുളികനെല്ലാം കുടിച്ചോണ്ടിരുന്നിന്. അപ്പൊ ഓലിങ്ങനെ പറഞ്ഞപ്പോ ഈ നരമ്പിന്റെ ഗുളികനെ കുടിച്ചോണ്ടിരുന്നിന്. പിന്നെ അതിന് പറ്റ വയ്യാതായി മരിച്ചു. അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോ അങ്ങപ്പോ നല്ല പേടിയുണ്ടായിന് പല കാര്യത്തില്. ഈ അസുഖമാണ്, ഈ സെയിം അസുഖമാണ് എന്നൊക്കെ പറയുമ്പോ
നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ പറയാ പിന്നെയും പറയാ ഏത് ഡോക്ടർമാർ ഈ നരമ്പിനെയും കുറിച്ച് ഗുളിക ഏതുണ്ടാവുമ്പോ നമ്മൾ അറിയണം. മെഡിക്കൽ സ്റ്റോർ ആയാലും ജസ്റ്റ് ചോദിക്കുക ഇത് എന്തിനാണ്, ശരീരത്തിക്ക് എന്തിനു കുടിക്കണാണോ. ആ അതാണ് ഞമ്മക്കറിയില്ല. നമ്മൾ ഈ ഡോക്ടർമാര് പറയണല്ലേ നമ്മള് കാട്ടുള്ളൂ. ഡോക്ടർമാരെന്താ പറയണ വെച്ചാൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്യാ. നമ്മളിപ്പോ ഡോക്ടറേറ്റ് പഠിച്ചൊന്നല്ല, പക്ഷെ ആരെയും കുറ്റം പറയല്ല. ഓല നമുക്ക് എഴുതിയിട്ടൊന്നും അത് നമ്മള് ഫോളോ അപ്പ് ചെയ്തു. അത് പിന്നെ ഇത്രയും പേര് എത്തി. ഇപ്പൊ ഈ കിടക്കണ കാര്യം ഇപ്പൊ കാരണത്താല് എന്താ പറയാ ഓലെ ആ ഗുളികന്റെ പ്രശ്നത്തിലാണ് എന്നാണ് പറയുന്നത്. എത്ര സ്ഥലത്ത് കൊണ്ടുപോയിക്കണ കേറാത്ത ഹോസ്പിറ്റലുകളില്ല. എല്ലാ വലിയ വലിയ ഡോക്ടർമാർ ഒരാൾ പറയും അവിടെ നല്ലുണ്ട് പറയുമ്പോ നമ്മള് കൊണ്ടുപോകും. നമ്മള് കൊണ്ടുപോകാത്ത ഒരു പ്രശ്നമല്ല കേട്ടോ. ഇന്നാളത്ര ഇതാന്ന് പറയും. അപ്പൊ അവിടെ പോകും ഇവിടെ പോകും. ശരീരം അങ്ങനെ മസില് അറിയില്ല. അതൊക്കെ പറയാൻ നിർത്തിയാൽ തന്നെ കുറെ അസുഖങ്ങൾ മാറുന്നു. അതുകൊണ്ട് പെടലൊന്നും ഇങ്ങനെ അനങ്ങളുണ്ട്. നടത്ത കാലം ഇപ്പോൾ അതിനനുസരിച്ചിട്ടില്ല. അതാണ് 4 ദിവസമായിട്ടുള്ള വന്നത്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ 4 ദിവസം കൊണ്ട് ഇപ്പൊ എത്ര മാറ്റം ഉണ്ട് എന്ന് പറയാ. പെടല് തിരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ 4 ദിവസം കൊണ്ട് ഇപ്പൊ ശരിക്കും ഉയിച്ചിട്ട് തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാ മാറണം. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഇപ്പൊ ഞങ്ങളെ കാര്യങ്ങൾ പറയാന് ഇതിനെ കുറിച്ച് നമുക്ക് ഈ റൂമും പുറത്തുമില്ല ടച്ചുള്ളൂ. അല്ലാതെ നമുക്ക് വേറെയും കുറിച്ച് ഇതിനെ കുറിച്ചൊന്നും വേറെ ഒന്നും കാട്ടാനൊന്നുമില്ല ഇവിടെ. പിന്നെ കാട്ടാനില്ല ആകെ മീൻ കോളാണ്, പിന്നെ ഫുഡ് കഴിക്കണാണ്, പിന്നെ പുറത്തു ഇരിക്കണതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്താ. അപ്പൊ എല്ലാരും ഇപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഇനിയിപ്പോ 10-20 ദിവസം എന്ന് പറഞ്ഞേക്കണ്. ഇപ്പൊ ഒരു 4 ദിവസമായി. ഇപ്പൊ നാളെയും പാടെ കൂട്ടിയ 5ാമത്തെ ദിവസമായി. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റട്ടെ. എല്ലാവരും ദുആയില് ഉപ്പാനെ ഉൾപ്പെടുത്തുക. അല്ലേ അമ്മ? എല്ലാരും പ്രാർത്ഥിച്ച അത് പറയാനുള്ളൂ കാര്യായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാ പണ്ട് ചോദിച്ചിന് ഞങ്ങൾ ആ സ്വകാര്യത്തിലേക്ക് പോയെന്ന് തന്നെ എങ്ങനെ ഉണ്ട് അവിടെ പോയിട്ട് കുറവുണ്ടോ? അങ്ങനൊരു കുറവില്ല കേട്ടോ. കാരണം മുറ്റത്ത് തിന്നാൻ കൊടുക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സാധനം ഉപ്പ് പറ്റൂല, എരി പറ്റൂല, സാധനം പറ്റൂല. മഞ്ഞളിട്ടുകൊണ്ട് നമ്മള് പുഴുങ്ങി കൊടുക്കുക. നമുക്ക് മാറ്റുണ്ടെങ്കിൽ ഒരു ഇല്ല. അല്ലാതെ പിന്നെ നമുക്ക് പെട്ടെന്ന് വീണത് അതടിച്ച് വീണുകൊണ്ട് ആകെ ഒറ്റ കടപ്പായി പോയി. അതിനേതായാലും നീച്ച് കഴിച്ചിലായി. അപ്പൊ പറയാ അംശവൈദ്യന്റെ കാര്യം പറഞ്ഞ ഇപ്പൊക്കെ ഈ കോഴിയും ബീഫൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യമാണ്. അന്ന് നമ്മള് കൊറേ നിർത്തിയിട്ട് കൊറേ ഇതാക്കാൻ നോക്കി. പക്ഷെ ഇപ്പൊ അതിന്റെ അടുക്കൊന്ന് വീണു പറ്റേ വെയ്യാതായി. ഞാൻ അവിടെ ആയ നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാനും അവിടുന്ന് കയറിയാ പെരക്കാര് ഇവിടുന്ന് കയറിയാ അങ്ങനെ ഇപ്പൊ ഒരവസ്ഥയിലായിരുന്നു. അപ്പൊ പറയാ എന്താ ഇതും കൊണ്ട് മാറട്ടെ. പഠിച്ചോ ഇനിയെങ്കിലും പരീക്ഷിച്ചാൽ അല്ലേ. ഈ രോഗമൊന്നും വേറെ ആർക്കും വരാതിരിക്കണം നല്ലേ. നമ്മള് എന്താ പറയാ ഇത് വരുന്നവർക്ക് ഇതിന്റെ അവസ്ഥ മനസ്സിലാവും. നമ്മളെ മുമ്പ് നിന്നൊക്കെ ഈ വേക്കൊക്കെ മുമ്പൊക്കെ വീയാ നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് നമ്മളെ ഇമ്മയും ബാപ്പയൊക്കെ ഇങ്ങനെ വീയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇടങ്ങേറാണ്. കണ്ടുകൊണ്ട് നിൽക്കുമ്പോ നമുക്ക് ഇടങ്ങേറാണ്. പക്ഷെ എല്ലാ ഡോക്ടർമാരത്തേക്കും പോയി നമ്മളോട് ഇതുവരെ രോഗം ഇന്നാണ് പറഞ്ഞിട്ടില്ല. ആ അവളുടെ ഉള്ളില് അവിടെ നിൽക്കണോ ആ ഉള്ള അമ്മയുടെ സ്കാനിങ് എല്ലാവർക്കും ഇപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച അല്ലേ. എല്ലാരും പ്രാർത്ഥിച്ചു. ഈ ഒരു ഉച്ചില് കഴിഞ്ഞാണ്ട് നല്ല അസുഖം മാറിപ്പോ പ്രാർത്ഥിക്കണുണ്ട് കേട്ടോ. കമന്റിൽ ഫുള്ള് പ്രാർത്ഥന എല്ലാരും പറയണ്ട. പിന്നെ ഞാൻ പറയണ്ട് നിങ്ങൾക്ക് അത്ര ഇടങ്ങാറുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു ഗതിയുടെ ആലോചിച്ചത്. എന്താ പറയാ മൂപ്പര് സുഖമില്ലാതെ അപ്പോലും കടന്നിട്ട് നിങ്ങൾ കണ്ടത് എല്ലാരും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനന്റെ ഉക്കേറ്റ് അവിടെ എല്ലാരും പറയും എങ്ങനെ നീച്ചു. കാരണം അപ്പൊ ഒരാൾ കാലം കൊണ്ട് അടിച്ചത്. അപ്പൊ അവിടുന്നൊക്കെ നീച്ച് നമ്മൾ കഴിച്ചിലായിക്കണം. ഇനി ഇവിടുന്ന് കൂടി എങ്ങനെയും കഴിച്ചിലായി പോയി മാറി കിട്ടട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന പിന്നെയും വേണം. അപ്പൊ എല്ലാരോടും അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാരോടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താന്. അപ്പൊ എല്ലാരോടും അസ്സലാമു അലൈക്കും.